ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിതാ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് എടുത്തുള്ളത്. അപ്പോൾ വൈകുന്നേരം എന്തൊക്കെ ആക്കി നോക്കാം. അപ്പോൾ വൈകുന്നേരം ഞാൻ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. കർമൂസ, പഴം, പാലൊക്കെ ഇട്ട് കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് ഒരു ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ അതിന് വേണ്ടി കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജ്യൂസ് അടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ അത് കുടിച്ച് കഴിഞ്ഞാലിതാ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതാ മിക്സിൻ്റെ ജാറൊക്കെ സിങ്കിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ കഴുകിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വൈകുന്നേരത്തെ ചായക്ക് മധുരക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങാന്ന് വിചാരിച്ച് മധുരക്കിഴങ്ങ് നന്നാക്കുകയാണ്. മധുരക്കിഴങ്ങും ചായയും കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മധുരക്കിഴങ്ങ് നന്നാക്കി എടുക്കുകയാണ്. ഞാൻ അതിൻ്റെ തോലൊന്നും കളയില്ല, ജസ്റ്റ് ഒന്ന് പോക്കിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ അടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ മധുരക്കിഴങ്ങ് ഒക്കെ നന്നാക്കിയെടുക്കാം. ആദ്യമൊക്കെ മധുരക്കിഴങ്ങൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അതൊന്നുമില്ലല്ലോ. അപ്പോൾ ഒക്കെ ഷോപ്പിൽ നിന്ന് തന്നെയല്ലേ വാങ്ങുക. അപ്പോൾ മധുരക്കിഴങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെ കണ്ടാലും ഞാൻ മധുരക്കിഴങ്ങ് വാങ്ങിക്കൊണ്ടുവരും. ഇപ്പോൾ ഈ സീസണിലല്ലേ കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് പുഴുങ്ങാറുണ്ട്. നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ ഉപ്പും കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കൽ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. എൻ്റെ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, അവർക്കും ഇതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ഞാനതൊക്കെ നന്നാക്കി കുക്കറിലാണ് വേവിക്കണേ. പിന്നെ ഒരു കുക്കറൊക്കെ എടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മധുരക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. ആദ്യമൊക്കെ നമുക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ മധുരക്കിഴങ്ങ്, പക്ഷേ കുറേ കഴിയുമ്പം എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. അങ്ങനെ മധുരക്കിഴങ്ങൊന്നൊക്കെ നന്നാക്കി എടുക്കണ്ടേ. പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് ചോറിന് ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് നേരത്തെ ഞാൻ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വെക്കാനുണ്ട്. അപ്പോൾ ഗ്യാസൊക്കെ കുറവായത് കൊണ്ട്, ഇപ്പം അങ്ങനെ കിട്ടാനില്ലാത്തത് കൊണ്ട് അധികം ഞാൻ അടുപ്പിൽ തന്നെയാണ് വെക്കൽ. പക്ഷെ കുഴപ്പമില്ല, ചില നേരമൊക്കെ ഗ്യാസുമ്മേൽ വെക്കും. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് മധുരക്കിഴങ്ങ് വേവിക്കാൻ വെച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വിസിലുകൊണ്ടൊക്കെ തന്നെ അത് വെന്ത് കിട്ടും. മധുരക്കിഴങ്ങൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഇതാക്കി വെച്ച് പിന്നെ ഞാൻ ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ വേറെ കുക്കറിലേക്ക് കുറച്ച് ചെറുപയറും ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഇവിടെ പച്ചക്കായ ഇട്ടിട്ടാണ് ചെറുപയർ വെക്കണേ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട്, വേറൊന്നും ഇട്ടില്ല. സിമ്പിളായിട്ട് വൈകുന്നേരം രാത്രി ചോറിനും കൂട്ടാം ചപ്പാത്തിക്കും കൂട്ടാം എന്നുള്ള ഇതിലാണ് ഞാനത് ചെറുപയറും കറി ഉണ്ടാക്കുന്നത്. ഒരു കഷ്ണം പച്ചക്കായും കൂടി ഇട്ടിട്ടുണ്ട്. ചെറുപയറിൽ നല്ല ടേസ്റ്റല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നന്നാക്കി ചെറുപയർ കറി ഉണ്ടാക്കുകയാണ്. അങ്ങനെ മധുരക്കിഴങ്ങും ചെറുപയറും ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് വേവാൻ വെയിറ്റ് ചെയ്യാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട്, ഇനി അതൊക്കെ കുറേയൊക്കെ കഴുകി വെച്ച്, പാത്രം കഴുകാനല്ലേ തോന്നുന്നുണ്ടാവുക. അങ്ങനത്തെ പാത്രം കഴുകി വെച്ച് പടികളൊക്കെ വേഗം തീർക്കാൻ വേണ്ടി നോക്കി. ഞാൻ കുറച്ച് നല്ല ചൂടല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയി കുത്തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഉള്ളിലത്തെക്കാട്ടി കുറച്ച് തണുപ്പാണെന്ന് തോന്നുന്നു പുറത്ത്. ഉള്ളിലൊക്കെ ഭയങ്കര ചൂടല്ലേ. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ പുറത്ത് പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഉണ്ട് ജാതി മരം എന്ന് പറയും, അതുണ്ട്. 2 മരമുണ്ട് അതിൻ്റെ മുറ്റത്ത് തന്നെയാണ്. അതിൻ്റെ ചോട്ട് കുത്തിക്കാൻ കുറച്ചുകൂടി ഒരു സുഖമാണ്. അപ്പോൾ അതിൻ്റെ ചോട്ടിലൊക്കെ കുറച്ച് നേരം അതിൻ്റെ ചോട്ടിലൊക്കെ കുത്തിരുന്ന് അതിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ നല്ലൊരു തണുപ്പ് കിട്ടും. എല്ലാവരും ഇതിൻ്റെ ചോട്ടിൽ തന്നെയാണ് ഇരിക്കൽ. അങ്ങനെ അതിൻ്റെ ചോട്ടിൽ കുറച്ച് നേരം കുത്തിന്ന്. പിന്നെ മുറ്റത്ത് തന്നെ ഉണ്ട് മുല്ലപ്പൂവിൻ്റെ ഒരു മരം. ഇപ്രാവശ്യം നല്ല മുല്ലപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ വാടി തൊഴിഞ്ഞ് കിടക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും തോനെ മുല്ലപ്പൂ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ 1-2 പൂവൊക്കെയാണ് ഉണ്ടായത്. ഇപ്രാവശ്യം നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അതായത് നിൽക്കണ മരം അതാ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാറ്റത്തൊന്ന് ഒടിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങളിത് ഒരു കയറൊക്കെ കെട്ടിക്കൊടുത്ത് ഇങ്ങനെ പിടിച്ച് നിർത്തി കൊടുത്തതാണ്. അതാ മുല്ലപ്പൂ, നല്ല മുല്ലപ്പൂ, ചക്കമുല്ല എന്നൊക്കെ പറയുന്ന വലിയ ടൈപ്പ് മുല്ലയാണുള്ളത്. അതാ നാളത്തേക്കുള്ള വിരിയാനുള്ള കുറേ മുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചിലത് വാടിയ പൂക്ക ചിലത് നിലത്ത് വീണെടുക്കുന്നുണ്ട്, ചിലത് അതിന്മേൽ തന്നെ ഉണ്ട്. അങ്ങനെ അതാ മുല്ലപ്പൂ ഒന്ന് വാടിയതും വിരിഞ്ഞതൊക്കെ ഒന്ന് ഞാൻ ഇതാ വെറുതെ ഒന്ന് മണത്ത് വെക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇതൊക്കെ ഓരോന്നോരോ പറിച്ച് നോക്കി. നല്ല മണമല്ലേ. അപ്പോൾ ഇതാ ഇപ്പം ആർക്കൊന്നും മുല്ലപ്പൂ ഒന്നും വേണ്ടല്ലോ. പണ്ടൊക്കെ അല്ലേ കുട്ടികൾക്ക് ഇഷ്ടമല്ല മുല്ലപ്പൂ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ മുല്ലപ്പൂവൊക്കെ വെറുതെ ഓരോന്ന് എടുത്ത് നോക്കി. പിന്നെ എന്താ ബാക്കി ഞാൻ നിലത്തന്നെ ഉണങ്ങി വാടിയതും എല്ലാം നിലത്ത് വീണെടുക്കുകയാണ്. പിന്നെ അതൊക്കെ നോക്കി ഞാനിതാ പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തന്നെ പോയി. പിന്നെ എന്താ മധുരക്കിഴങ്ങ് വെന്തുണ്ട്. അങ്ങനെ മധുരക്കിഴങ്ങും കൂട്ടി ചായ കുടിച്ച്, പാൽ ചായയും മധുരക്കിഴങ്ങും അടിപൊളി ടേസ്റ്റ് അല്ലേ. അങ്ങനെ അതൊക്കെ കൂട്ടി ചായ കുടിച്ച്, വേറെ ആർക്കും വേണ്ട, മക്കൾക്കൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ വൈകുന്നേരം അത് കൂട്ടി ചായ കുടിച്ച് പിന്നെ അതാ വിളക്ക് കത്തിക്കാനൊക്കെ സന്ധ്യാനേരമായി, വിളക്ക് കത്തിക്കാൻ ടൈമായി. പിന്നെ എന്താ ഞാൻ വിളക്ക് കത്തിച്ച് പിന്നെ കുറച്ച് നേരം നല്ല കൊതുകൊക്കെ ഉണ്ട്, നല്ല കുറച്ച് നേരമൊക്കെ കൊലായി കുത്തിരുന്ന് സമയം നല്ലൊരു സുഖമല്ലേ കൊലായിലൊക്കെ കുത്തിരുന്ന്. അങ്ങനെ കുറച്ച് നേരം കൊലായിലൊക്കെ കുത്തിരുന്ന് അങ്ങനെ അന്നത്തെ വൈകുന്നേരം അങ്ങ് കഴിഞ്ഞു പോയി. അപ്പം അത്രയേ ഉള്ളൂ. ബായ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.